നമസ്കാരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങൾ പൂർത്തിയായത് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിലാണ്. പരമ്പരാഗതമായിട്ട് പോളിംഗ് ശതമാനം കുറവായിരുന്ന ബീഹാറിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ 65%, രണ്ടാം ഘട്ടത്തിൽ 66% പോളിംഗ് രേഖപ്പെടുത്തിയത് ശ്രദ്ധേയമാണ്. കാരണം 2005 ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഈ ഒരു ജനപങ്കാളിത്തം അത് ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരുടെയും നിലവിലെ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നവരുടെയും ഒക്കെ തന്നെ ശക്തമായ വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം അത് എപ്പോഴും ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയായിട്ട് വിലയിരുത്താറുണ്ടെങ്കിൽ പോലും ഇത് ഏത് മുന്നണിക്കാണ് അനുകൂലമാവുക എന്നതിനെക്കുറിച്ച് നിരീക്ഷണങ്ങൾ ഇപ്പോൾ സമ്മിശ്രമാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് അധികാരത്തിൽ തുടരുന്ന നിതീഷ് കുമാർ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം അത് വോട്ടായി മാറിയോ എന്ന ചോദ്യമാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പോലും പ്രധാനമായി ഉന്നയിക്കുന്നത്. പുറത്തു വന്ന 9 എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഈ പ്രവചനങ്ങളിൽ ഭൂരിഭാഗവും നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA അധികാരം നിലനിർത്തുമെന്നാണ് ഉറപ്പിക്കുന്നത്. JDU BJP സഖ്യമായ NDAക്ക് 150ഓളം സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പ്രവചനങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് കേവല ഭൂരിപക്ഷമായ 122 സീറ്റുകൾക്ക് വളരെ മുകളിലാണ്. അതേസമയം RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ എന്നിവരടങ്ങിയ മഹാസഖ്യത്തിന് 90 സീറ്റുകളായിട്ട് ഒതുങ്ങേണ്ടി വരുമെന്നും മിക്ക എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളും വിലയിരുത്തുന്നു. എന്നാൽ ചാണക്യ, അതോടൊപ്പം തന്നെ പീപ്പിൾസ് ഇൻസൈഡ്, പീപ്പിൾസ് പൾസ് തുടങ്ങിയ ചില ഏജൻസികൾ അവർ മഹാസഖ്യത്തിന് 100-ൽ അധികം സീറ്റുകൾ പ്രവചിക്കുന്നുണ്ടെങ്കിലും ഭരണം പിടിച്ചെടുക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം നേടാൻ അവർക്ക് സാധിക്കില്ലെന്നും ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നു. NDAക്ക് തുടർഭരണം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളെ മഹാസഖ്യം പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സന്ദർഭങ്ങളിൽ എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാതെ വന്നത് ഒരു ഉദാഹരണമായി മഹാസഖ്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഹരിയാനയിൽ സഖ്യം അധികാരത്തിൽ വരുമെന്നായിരുന്നു പ്രവചനമെങ്കിലും ഫലം മറിച്ചായിരുന്നു. അതിനാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കേവലം സൂചനകൾ മാത്രമാണെന്നും യഥാർത്ഥ ജനവിധി ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമെന്നും മഹാസഖ്യം നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി. ഭരണവിരുദ്ധ വികാരം ശക്തമായ ഈ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ തങ്ങൾ നടത്തിയ ശക്തമായ പ്രചരണവും യുവാക്കളെ ആകർഷിച്ച ഘടകങ്ങളും വിജയത്തിലെത്താനായിട്ട് സഹായിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. വിവിധ സർവേ ഏജൻസികൾ നൽകുന്ന കണക്കുകൾ വിശദമായി പരിശോധിക്കുമ്പോൾ NDAക്ക് അനുകൂലമായ പൊതുധാരണയിൽ നിന്ന് വ്യതിചലിക്കുന്ന ചില റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. പീപ്പിൾസ് പൾസ് സർവേ അവർ NDAക്ക് 133 മുതൽ 159 സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ മഹാസഖ്യത്തിന് 75 മുതൽ 101 സീറ്റുകൾ മാത്രമാണ് നൽകുന്നത്. മാട്രിക്സ് സർവേ ആകട്ടെ NDAയുടെ സീറ്റ് നില 147 മുതൽ 167 വരെ ഉയരുമെന്നും മഹാസഖ്യം 70 മുതൽ 90 സീറ്റുകൾ വരെ ഒതുങ്ങുമെന്നും പ്രവചിക്കുന്നു. എന്നാൽ മൈപോൾ സർവേയും ജാൻ മിറർ സർവേയും മഹാസഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കം നൽകുന്നു. മൈപോൾ സർവേ മഹാസഖ്യത്തിന് 132 മുതൽ 142 സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ NDAക്ക് 95 മുതൽ 105 സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഈ വൈവിധ്യമാർന്ന പ്രവചനങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണെന്ന് സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ 15 സീറ്റുകളിലായി 3000-ൽ താഴെ ഭൂരിപക്ഷത്തിലും 3 1000-ൽ താഴെ ഭൂരിപക്ഷത്തിലും വിജയിച്ച സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ ഒരു ഘടകം അത് മുഖ്യ എതിരാളിയായിട്ടുള്ള RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ എന്നിവയുടെ സഖ്യമായ മഹാസഖ്യത്തിലെ ഐക്യമാണ്. കോൺഗ്രസിന്റെ മുന്നണിയിൽ 2ാം സ്ഥാനമായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുകയും അത് റെക്കോർഡ് പോളിംഗിൽ പ്രതിഫലിക്കുകയും ചെയ്തു എന്ന് മഹാസഖ്യം ഇപ്പോൾ വിലയിരുത്തുന്നു. മറുവശത്തെ NDA സഖ്യത്തിലാകട്ടെ BJPയും JDUവും തമ്മിൽ പ്രചരണത്തിന്റെ ആ അവസാന ഘട്ടങ്ങളിൽ പോലും ഐക്യമില്ലായ്മ പ്രകടമായിരുന്നു. അപ്പോൾ ഈ പരസ്പരമുള്ള വോട്ട് ചോർച്ച അത് NDAക്ക് ക്ഷീണം വരുത്താനായിട്ട് സാധ്യതയുണ്ട്. അതുകൂടാതെ മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ജൻസുരാജ് പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകൾ അത് പ്രധാനമായിട്ടും നിലവിലെ ഭരണകക്ഷിയായിട്ടുള്ള NDAയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുണ്ടെന്നും ചില എക്സിറ്റ് പോൾ വിശകലനങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ NDAയുടെ 20 വർഷത്തെ ഭരണത്തോടുള്ള മടുപ്പ് ജനങ്ങൾക്കിടയിൽ വ്യാപകമാണെങ്കിൽ അത് മഹാസഖ്യത്തിന് അനുകൂലമായ ഒരു ശക്തമായ ജനവിധിയായി മാറാൻ സാധ്യതയുണ്ട്. RJD 85 മുതൽ 90 സീറ്റുകളും കോൺഗ്രസ് 40ഓളം സീറ്റുകളും നേടുകയാണെങ്കിൽ മഹാസഖ്യം ഏകദേശം 140 മുതൽ 150 സീറ്റുകൾ വരെ നേടി അധികാരം ഉറപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഉറച്ചു വിശ്വസിക്കുന്നു. റെക്കോർഡ് പോളിംഗും യുവജന പങ്കാളിത്തവും പരിഗണിക്കുമ്പോൾ മഹാസഖ്യം എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തിരുത്തി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷ ബലപ്പെടുകയാണ്. 1165 പുരുഷന്മാരും 136 സ്ത്രീകളും ഉൾപ്പെടെ 1302 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി നേടിയത്. ഇനിയുള്ള ദിവസങ്ങളിൽ യഥാർത്ഥ ഫലം വരുമ്പോൾ ബീഹാർ ജനതയുടെ യഥാർത്ഥ തീരുമാനം എന്തായിരുന്നുവെന്നത് വ്യക്തമാകും, ദൃശ്യമാകും.